നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 11 വിൻസ് ഇൻ എ റോ ആസ്തൻ വില്ല നടത്തുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മുന്നേറ്റമാണ്. അനിതര സാധാരണമായിട്ടുള്ള മുന്നേറ്റം, അൺറിയൽ ആയിട്ടുള്ള മുന്നേറ്റം. തുടരെ 11 വിജയങ്ങൾ. ഉനായി എമറിയുടെ ടീം, എബി മാർട്ടിനസ് കാവൽ നിൽക്കുന്ന ടീം, ആ ടീം ഇപ്പോൾ 2-1 ചെൽസിയെ വീഴ്ത്തിയിരിക്കുന്നു. ചെൽസി നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞ പോലെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കളിയിൽ വാറ്റ്കിൻസിൻ്റെ വക ഇരട്ട ഗോളുകളാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി പിറന്നത്. ആദ്യം ഗോളടിച്ചതൊക്കെ ചെൽസിയാണ്. ജാവോ പെഡ്രോയിലൂടെ ആദ്യം ഗോളടിച്ചു. പക്ഷേ തിരികെ വന്ന ആസ്റ്റൺ വില്ല നിരന്തര ശ്രമങ്ങൾ, ഒടുവിലവർ 2-1 വിജയിച്ച് കയറി. കളിയിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ പെഡ്രോയും ഗർനാച്ചോയും കോൾപാൽമറും പെഡ്രോനെറ്റയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് മാലൻ, അതുപോലെ എമിലിയാനോ ബൂന്തിയ, റോജേഴ്സ്, മാക്കിന് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ആസ്റ്റൺ വില്ലയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 37-ാമത്തെ മിനിറ്റിൽ ജാവോ പെഡ്രോയിലൂടെ ലീഡെടുത്ത ചെൽസിക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ അടിതെറ്റി. വാറ്റ്കിൻസ് 63-ാമത്തെ മിനിറ്റിലും 84-ാമത്തെ മിനിറ്റിലും നേടിയ ഗോളുകൾ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഈ വിജയം കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ 3-ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല. 18 കളികൾ 39 പോയിന്റ്. അവർ ആ സ്ഥാനം ഉറപ്പിച്ച് കുതിക്കുകയാണ്. അവരും സിറ്റിയും തമ്മിൽ, രണ്ടാമതുള്ള സിറ്റിയും തമ്മിൽ ഒരേ ഒരു പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അവരും ആഴ്സണലും തമ്മിൽ, 1-ാം സ്ഥാനത്തുള്ള ആഴ്സണലും തമ്മിൽ 3 പോയിന്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. സോ സംഗതി വളരെ കൃത്യമാണ്, ക്ലിയറാണ്. ഉനായി എമറിയുടെ ടീം ഇതാ പ്രീമിയർ ലീഗിൽ പുത്തൻ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.